വയനാട് മാനന്തവാടി പിലാക്കാവിൽ നിന്ന് വനമേഖലയിൽ കാണാതായ സ്ത്രീക്കായി ഇന്ന് വൻ തിരച്ചിൽ. വനംവകുപ്പും തണ്ടർബോൾട്ടും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുക. മണിയൻകുന്ന് ഊന്നുകല്ലിൽ കുമാറിന്റെ ഭാര്യ ലീലയെ 2 ദിവസം മുമ്പാണ് കാണാതായത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇന്നത്തെ തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? സുർജിത്ത്, റിജിത്ത് ഇന്നത്തെ തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് മണിയൻകുന്ന് എന്ന് പറയുന്ന പ്രദേശം തലപ്പുഴയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ്. അതായത് മാനന്തവാടിക്ക് അടുത്തുള്ള പിലാക്കാവിനടുത്തുള്ള പ്രദേശമാണിത്. ഇവിടെയാണ് 2 ദിവസം മുമ്പ് ലീലയെ കാണാതാകുന്നത്. ഇവർ ഊന്നുവടിയുമായി വനത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ചിത്രങ്ങൾ വനംവകുപ്പിൻ്റെ ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞിട്ടുണ്ട്. അതായത് 10ഓളം ക്യാമറകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം, നേരത്തെ കടുവ ആക്രമിച്ച് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ആ പ്രദേശം, പഞ്ചാരക്കൊല്ലിക്ക് അടുത്തുള്ള മേഖലയാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെയാണ് വന്യമൃഗങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി 10ഓളം ക്യാമറ ട്രാപ്പുകൾ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ 2 ക്യാമറ ട്രാപ്പിൽ ചിത്രങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട്. ഈ നാട്ടുകാരും ബന്ധുക്കളും പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതിനു ശേഷവും, അതായത് മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ചിത്രം പതിഞ്ഞത്. ഇന്നലെയും തെരച്ചിൽ നടന്നു. ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി സജീവമായ രീതിയിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ജനകീയ തെരച്ചിലാണ്. വനമേഖലയിൽ ഇവർ ഉണ്ടാകും എന്നുള്ള തരത്തിൽ കണക്കൂട്ടലിലാണുള്ളത്. പ്രത്യേകിച്ച് വന്യമൃഗങ്ങളെല്ലാം തന്നെ ഇറങ്ങുന്ന ആനയുടെയും കടുവയുടെയും പുലിയുടെയും എല്ലാം തന്നെ സാന്നിധ്യമുള്ള പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ തണ്ടർബോൾട്ടും അതോടൊപ്പം തന്നെ വനംവകുപ്പും ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട്, ഒപ്പം നാട്ടുകാരും, അതായത് ആ മേഖല അറിയുന്ന നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ഒപ്പം തന്നെ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലും നടക്കുന്നുണ്ട്. എന്തായാലും ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രദേശമായതിനാൽ തന്നെ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിക്കാൻ കാരണം, രാത്രിയിലും വൈകിട്ടും തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലിൻ്റെ നീക്കമുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആ ഘട്ടത്തിൽ ഒരു കാട്ടാനയുടെ സാന്നിധ്യം ആ മേഖലയിൽ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. എന്തായാലും ഇവർക്ക് ഓർമ്മക്കുറവ് ഉൾപ്പെടെയുള്ള ആളാണ് എന്ന് പറയുന്നു. അതാണ് ഇങ്ങനെ വനത്തിനകത്തേക്ക് കയറി പോകാനുള്ള കാരണം എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്ന വിവരം. എന്തായാലും തെരച്ചിൽ തുടരുന്നുണ്ട്. ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നതും. റിജിത്ത്, ശരി. ലീലയെ കാണാതായിട്ട് ഇന്നേക്ക് 2 ദിവസമാവുകയാണ്. ഇതിന്റെ സാഹചര്യത്തിൽ തെരച്ചിൽ കൂടുതൽ വ്യാപിപ്പിക്കാനാണ് നാട്ടുകാരുടെയും തണ്ടർബോൾട്ടിന്റെയും പോലീസിന്റെയും ഒക്കെ തീരുമാനം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.